പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ വീണ്ടും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകലത്തെ ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി ഞാൻ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഓടി ചെല്ലുവാൻ പറ്റിയ ഒരു സ്ഥലം ദൈവത്തിന്റെ കൃപാസനമാണ്. ശത്രുക്കൾ കോഴിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു പരുന്ത് വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യം ഓടിപ്പോയി അഭയം പ്രാപിക്കുന്നത് തൻ്റെ അമ്മയുടെ ചിറകിൻ്റെ അടിയിലാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്കറിയാം, അമ്മയുടെ ചിറകിൻ്റെ അടിയിൽ ഒളിച്ചാൽ ഒരു ശത്രുവിന് പോലും ഞങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾക്ക് രക്ഷ നൽകുന്ന ഒരു കൃപാസനമുണ്ട്. കൃപയുടെ സിംഹാസനം, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ആ ദൈവ സിംഹാസനത്തിലേക്ക് നാം അടുത്തു ചെന്നാൽ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, കരുണ ലഭിക്കും. അവിടെ ദൈവത്തിങ്കൽ വന്നാൽ, ദൈവത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് ആരും തരാത്ത ഒരു ഗിഫ്റ്റാണ് ദൈവം നൽകുന്നത്. എന്താണെന്ന് അറിയാമോ? അത് കരുണയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ് വചനം പറയുന്നത്. അതെ, നമുക്ക് ദൈവത്തിന് നമ്മളോട് കരുണ ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രഭാതം കാണാൻ നമുക്ക് സാധിച്ചത്. ആകയാൽ കാരുണ്യവാനായ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ പോലെ ഒരു മനുഷ്യനും നമ്മളോട് കരുണ കാണിക്കുന്നില്ല. നല്ല ശമരിയക്കാരന്റെ കഥ പറയുമ്പോൾ ആദ്യത്തെ 2 വ്യക്തികളും ആ അർത്ഥപ്രാണനായ മനുഷ്യനെ കണ്ടിട്ട് മാറിപ്പോയി. എന്നാൽ ശമരിയക്കാരൻ അവിടേക്ക് വന്നപ്പോൾ അവന്റെ അടുത്ത് ചെന്ന് അവന്റെ മുറിവ് കെട്ടി അവനെ വീഞ്ഞു പകർന്നു കൊടുത്ത് അവനെ കഴുതപ്പുറത്ത് കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? കരുണയുടെ മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോട് കരുണ തോന്നാൻ കഴിയത്തുള്ളൂ. ആർക്കാണ് ആ കരുണ ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലുള്ളവർക്കാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹം ഇന്ന് എവിടെയാണ്? ഈ ഭൂമിയിൽ സ്നേഹമില്ല. സ്നേഹം നഷ്ടപ്പെട്ടൊരു സാഹചര്യമാണ്. മാതാപിതാക്കന്മാർക്ക് മക്കളിൽ നിന്നും സ്നേഹം ലഭിക്കുന്നില്ല. മാതാപിതാക്കന്മാർക്ക് നിന്നും കുഞ്ഞുങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല. കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം ജീവിത പങ്കാളികൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല. എല്ലാ മേഖലകളിലും മുതലാളികളിൽ നിന്നും തൊഴിലാളികൾക്ക് സ്നേഹം ലഭിക്കുന്നില്ല. എല്ലാ മേഖലകളിൽ നിന്നും സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഈ പകൽക്കാലം നമ്മെ ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ആകയാൽ ഇന്നത്തെ പകൽക്കാലത്തെ നമ്മുടെ തീരുമാനം മനുഷ്യരുടെ അടുത്തേക്ക് ചെല്ലുന്നതിനേക്കാൾ അധികമായി കൃപയുടെ ദാതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് ചെന്ന് കരുണ ലഭിച്ച് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമത് പറയുന്നു, തത്സമയത്തിനുള്ള സഹായം തരുന്ന സ്ഥലമാണ് കൃപാസനം. സ്തോത്രം. ഒന്ന്, നമുക്ക് കരുണ തരുന്നു, സ്നേഹം നൽകുന്നു. നമ്മുടെ കരത്തെ പിടിച്ച് ഞാൻ ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ പാദപീഠം. 2, സഹായത്തിന്റെ കരം. സങ്കീർത്തനക്കാരൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. സ്തോത്രം. മനുഷ്യരിൽ നിന്ന് സഹായങ്ങൾ വരത്തില്ല. അഥവാ വന്നാലും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. യേശു കർത്താവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന സഹായം അത് അനുഗ്രഹത്തിന്റെ സഹായമാണ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ല്. യേശുവിനോട് പ്രാർത്ഥിയില്. യേശുവാണ് നമ്മുടെ മധ്യസ്ഥൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്കെല്ലാം ലഭിക്കും. സ്തോത്രം. പാപമോചനം യേശുവിന് മാത്രമേ തരാൻ സാധിക്കൂ. ഒരു പുണ്യവാളന്മാരിൽ കൂടെയോ മറ്റൊരു നേതാക്കന്മാരിൽ കൂടെയോ മനുഷ്യഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും
നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകുവാൻ കഴിയത്തില്ല. യേശു കർത്താവിന് മാത്രമേ നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയത്തുള്ളൂ. ആകയാൽ കരുണയും അതേ നിങ്ങൾക്ക് സഹായവും നൽകുന്ന കൃപാസനത്തിലേക്ക് നിങ്ങൾ എങ്ങനെ ചെല്ലണം? ധൈര്യത്തോടെ അടുത്ത് ചെല്ല്. നിങ്ങൾ എന്തിനു ഭയപ്പെടണമെന്ന് ഇന്ന് പകൽക്കാലം ധൈര്യം സംഭരിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. ആ ദൈവം നിങ്ങളോട് കൃപ കാണിക്കും. ഈ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും, നിങ്ങൾക്ക് പ്രത്യാശ നൽകും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടും വിശുദ്ധിയോടും വേർപാടോടും സമർപ്പണത്തോടുകൂടെ ഇന്ന് പകൽക്കാലം പ്രിയന്റെ മാർവോട് ചേർന്നിരുന്ന് നിങ്ങളുടെ കഷ്ടതകളെ കർത്താവിനോട് പറഞ്ഞ് കരുണ പ്രാപിച്ച് സമാധാനമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.